തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ ചൂടേറിയ പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ പല കൗതുകരമായ കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അത് ചിലയിടങ്ങളിലെ തർക്കങ്ങളും പാളയത്തിൽ പടയും ഒക്കെയാണ്. പതിപോലെ ആ കാഴ്ചകൾ തുടരുകയാണ്. എന്നാലും അതിലൊന്ന് തിരുവനന്തപുരത്താണ് സംഭവിക്കുന്നത്. കോർപ്പറേഷനിലെ പാങ്ങോട് വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് താരം. CPM-ലും അല്ലെങ്കിൽ BJP-ക്കും ഒരുപോലെ ക്ഷീണമാണ് ഈ സംഭവം. കാരണം ഗണവേഷത്തിൽ നിൽക്കുന്ന ഒരു CPM സ്ഥാനാർത്ഥി വന്നാൽ പിന്നെ എങ്ങനെ സഹിക്കും ഇരുകൂട്ടരും? RSSന്റെ അനുഭാവി ഒരു സമയത്ത് അനുഭാവിയായിരുന്നു. എന്നാൽ എനിക്ക് ഒരു 2 മാസം മുമ്പ് വരെ പാർട്ടി അംഗത്വം തന്നു. എൻ്റെ കുടുംബം മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. RSSന്റെ ഒരു ആശയത്തോടെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അനുഭവം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. മനസ്സിൽ മൊത്തം കമ്മ്യൂണിസം തന്നെയാണ്. അതുകൊണ്ടൊരു തടസ്സം അതിനൊന്നുമില്ല. ഗംഭീര പ്രതികരണമാണ്. അനുഭാവം, RSSനോട് അനുഭാവം ഉണ്ടെന്നേ ഉള്ളൂ, മനസ്സ് മുഴുവൻ കമ്മ്യൂണിസമാണ്. ശരി, ഇനി ഈ കിട്ടിയ അവസരം എന്തായാലും കോൺഗ്രസ് മുതലാക്കാതിരിക്കുമോ? അത് കൃത്യമായി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവെന്ന് കാച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. CPI-യുടെ ചില സ്ഥാനാർത്ഥികൾ RSSുമായി ബന്ധമുള്ളവർ ഇപ്പോൾ പാങ്ങോട് വാർഡിലെ അവർ സ്ഥിരം CPM-ആ മത്സരിച്ചത്. 2015 മേയർ കാൻഡിഡേറ്റായിട്ട് ജയംബാബു നിന്ന വാർഡ 50 വോട്ടിനാണ് തോറ്റ്. അത് ഇത്തവണ CPI-ക്ക് കൊടുത്ത് CPI-യുടെ സ്ഥാനാർത്ഥി പഴയ RSSകാരന്. ഇവർ തമ്മിലെ ബന്ധം ക്ലിയറാണ്. ഇപ്പോൾ ഞങ്ങൾ തോറ്റാലും കോൺഗ്രസ് ജയിക്കരുത്, BJP ജയിച്ചാലും വിരോധമില്ലാണ്. അപ്പോൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഞങ്ങൾ നേരിടുന്നത്. അവരെ ഞങ്ങൾ പരാജയപ്പെട്ടു. ഇനി തിരുവനന്തപുരത്തെ ചെമ്പഴന്തി വാർഡിൽ ഒരു കല്ലുകടിയുണ്ട്. അവിടെ CPM-നെതിരെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. CPM ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗവും പോത്തൻകോട് ബ്ലോക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആനി അശോകനാണ് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. സ്ഥിരമായി മത്സരിക്കുന്നവർക്കും കടകംപള്ളി സുരേന്ദ്രൻ MLA-യുടെ ഇഷ്ടക്കാർക്കും മാത്രം സീറ്റ് നൽകുന്നു എന്നാരോപിച്ചാണ് ഈ തീരുമാനം. ശ്രീകാര്യം മുതൽ പിന്നെ കാട്ടായിക്കുണം വരെ വരുന്ന മേഖലയിൽ എല്ലാം വനിതാ വാർഡ്, പുതിയതായിട്ട് വന്ന വാർഡുകളെല്ലാം വനിതയാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ എനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിട്ടും എന്നെ ബോധപൂർവം ഒഴിവാക്കുന്നൊരു നിലപാട് വളരെ ആസൂത്രിതമായിട്ടാണ് കടകംപള്ളി ഉൾപ്പെടുന്ന ഇവിടുത്തെ പിന്നെ പാർട്ടിയുടെ വിഭാഗീയ കമ്മിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ AJ കമ്മിറ്റി സെക്രട്ടറിയും അതേപോലെ ഈ സെൻട്രലിൽ വരുന്ന സഖാക്കളും കടകംപള്ളിയും തമ്മിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കണമല്ല. ബാക്കിയുള്ള സഖാക്കൾക്കൊന്നും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഈ കമ്മിറ്റിക്കകത്തില്ല. മലപ്പുറം എടയൂർ പഞ്ചായത്തിലും പാളയത്തിൽ പട തന്നെ. മുസ്ലിം ലീഗിലാണ് കൂട്ടയടി. 4-ാം വാർഡ് മണ്ണത്തുപറമ്പ് ഇന്നലെ നടന്ന UDF സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിൽ സംഘർഷമുണ്ടായി. തർക്കമുറുകിയതോടെ കയ്യാങ്കളിയായി, കൂട്ടയടിയായി. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുൻപ് നല്ല ഒത്തൊരുമയാണ് കാണുന്നത്. മുതുവല്ലൂർ പഞ്ചായത്തിൽ LDF-ലാണ് കലഹം. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇവിടെ CPI-യുടെ പ്രഖ്യാപനം. തിരൂരങ്ങാടി നഗരസഭയിലെ 25-ാം ഡിവിഷനിൽ വനിതാ ലീഗ് മുൻ മുനിസിപ്പൽ സെക്രട്ടറിയും നിലവിലെ വൈസ് ചെയർപേഴ്സണുമായ സുലേഖ കാലടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കൊച്ചി കോർപ്പറേഷൻ, അവിടെ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു കശവിശ നടക്കുന്നു. BDJC സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ, അവിടുത്തെ PTA പ്രസിഡന്റായ ജോഷി കൈതവളപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായും വരുന്നതുവരെ ഇങ്ങനെ പലതും നമ്മൾ കാണേണ്ടി വരും. കൂടുമാറുന്നവരും കൂട്ടിൽ തന്നെ കല്ലിടുന്നവരും ഒക്കെ ചേർന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തായാലും പൊടിപൊടിക്കും. ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു കൗതുക കാഴ്ചയെക്കുറിച്ചൊന്ന് പറയട്ടെ. അതായത് സ്ഥാനാർത്ഥിയെ CPM ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ പേരിൽ ജാതിയേ ഇല്ല. പക്ഷെ പ്രചാരണം തുടങ്ങിയപ്പോഴാകട്ടെ ജാതിയുടെ കളിയാണ്. പോസ്റ്ററിലും ഫ്ലക്സിലും എല്ലാം ജാതി പേര് അങ്ങനെ തെളിഞ്ഞു. പഴയ കൗൺസിലർ ശങ്കരൻകുട്ടി നായർ എന്ന പുതിയ പേരിൽ വോട്ട് ചോദിച്ചെത്തുമ്പോൾ പഴയ ആളാര് പുതിയ ആളാര് എന്ന കൺഫ്യൂഷനിലാണ് ആള്. ചേട്ടാ നമസ്കാരം. ഈ വഞ്ചൂർ വാർഡിൽ വോട്ടറാണോ? വോട്ടറാണ്. എന്താ പേര്? രാമസ്വാമി ചെട്ടിയാർ. ഈ ശങ്കരൻകുട്ടി നായരെ അറിയാമോ? അറിയില്ലല്ലോ, കണ്ടാൽ അറിയും. ഈ ശങ്കരൻകുട്ടി നായരെ അറിയാമോ? ശങ്കരൻകുട്ടി എവിടെയുള്ളത്? ഇവിടുത്തെ സ്ഥാനാർത്ഥിയാ ശങ്കരൻകുട്ടി. ഇല്ല, അറിയാൻ വഴിയില്ല. പക്ഷെ കണ്ടാൽ ഒരു പക്ഷെ അറിയും. ഇതാണ് ആ ഫ്ലെക്സിലുണ്ട്, കണ്ടോ?
ഇവിടെ എത്ര വർഷം കൊണ്ടുണ്ട്? ഇവിടെ ഒരു 25 വർഷമായിട്ടുണ്ട്. വോട്ട് ഇവിടെ തന്നെയാണോ? ആ. വഞ്ചൂർ പി ബാബുവിന്റെ പേരാണ് ശങ്കരൻകുട്ടി നായർ. ഓ, വഞ്ചൂർ പി ബാബു എന്ന് പേരിട്ടിട്ടുണ്ടോ? ഇവിടെ നോക്കിയപ്പോൾ പിന്നെ നല്ല പരിചയമല്ലേ. ആ, പക്ഷെ ഈ പേര് അറിഞ്ഞുകൂടായിരുന്നു. പേര് അറിഞ്ഞൂടായിരുന്നു. ബാബു ബാബു എന്ന് വിളിച്ച്. ഓക്കെ. ഈ ബാബുവിന്റെ പേര് എന്താണ്? ഒറിജിനൽ പേര് ബാബു എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇന്ന് വേറെ വേണ്ട, നമ്മളൊക്കെ ബാബു എന്ന് 2 വർഷങ്ങളായിട്ട് വിളിക്കുന്നത്. മനസ്സിലായി. അന്ന് 2 പ്രാവശ്യം കണ്ട് കൗൺസിലറായിരുന്നു. ബാബുവിന്റെ പേരാണ് ബാബുവിന്റെ പേരാണ് ശങ്കരൻകുട്ടി നായർ തന്നെ. എല്ലാം ബാബു ബാബു എന്ന് എൻ്റെ അവിടെ കൈ വെച്ചിരിക്കണേ. ഈ പേരുമാറ്റത്തിന്റെ കാരണം സ്ഥാനാർത്ഥി തന്നെ പറയും. എൻ്റെ ഒറിജിനൽ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ്. അത് പലർക്കും അറിഞ്ഞുകൂടാ. വളരെ ചെറുതിലേ മുതലേ ബാബു എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ വഞ്ചൂർ ബാബു എന്നായി മാറി. അങ്ങ് എല്ലാവരും കൂടെ ചാർജ് തന്ന പേരാണ് വഞ്ചൂർ ബാബു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വഞ്ചൂർ ബാബു എന്ന് പറഞ്ഞ് ചെവരൊക്കെ എഴുതി നോമിനേഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു വോട്ടർ പട്ടികയിലെ പേര് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പ്രത്യേക അനുവാദം വാങ്ങിയിട്ട് അന്നും ബാലറ്റ് പേപ്പറിൽ വഞ്ചൂർ ബാബു എന്നുള്ള മേളിലും താഴെ പിന്നെ ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേരാണ് അവർ പിന്നെ ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയത്. നായർ കമ്മ്യൂണിറ്റിയെക്കാളും കൂടുതലായി മറ്റു വിഭാഗങ്ങളുണ്ട്. അവരും കൂടി വോട്ട് ചെയ്താലല്ലേ ഞാൻ ജയിക്കുകയുള്ളൂ. അങ്ങനെയൊന്ന് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ നോക്കുന്നത്. ശങ്കരൻകുട്ടി നായരുടെ മകൾ ഗായത്രി ബാബു മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പേര് വിവാദമായിരുന്നു. ഗായത്രി ബാബു എന്നാണ് അവളെ അറിയപ്പെടുന്നത്. ശങ്കരൻകുട്ടി നായർ എന്നുള്ളതിൻ്റെ പേരിൽ ഗായത്രി എസ് നായർ എന്നുള്ളത് അങ്ങനെ ആയി അവിടെ മാറിയതാണ്. അല്ല, ഞങ്ങൾ ബോധപൂർവ്വം അങ്ങനെ ഇതല്ല. മേളിൽ അവിടെ യഥാർത്ഥ പേരും താഴെ ഗായത്രി ബാബു എന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതാണ് അന്ന് ഒരു വിവാദമായത്. പേര് മാറ്റിയ വിവരം പാർട്ടി അറിഞ്ഞോ എന്നറിയില്ല. പക്ഷെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചത് ശങ്കരൻകുട്ടി നായരെ അല്ല. വഞ്ചൂർ ബാബു CPIM. പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ആള് പഴയ ആള് തന്നെയാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ മാറിപ്പോകണ്ട. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.